മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി കൊന്നു എന്നുള്ള സന്തോഷം പ്രതാപനും മുത്തശ്ശിക്കും തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ആ സമയത്ത് മഹാലക്ഷ്മിയുടെ ആത്മാവെന്ന രൂപത്തിൽ മാർക്കോയും മഹാലക്ഷ്മിയും പ്രതാപനെയും മുത്തശ്ശിയും നെട്ടോട്ട് ഓടിക്കുന്നുണ്ട്. ഈ വിവരമെല്ലാം തോമസ് വൈദ്യരോട് രാവിലെ എണീറ്റ് വന്ന് പറയുമ്പോൾ തോമസ് വൈദ്യൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, ഏതോ പരിവൃതയായിട്ടുള്ള സ്ത്രീയെ നിങ്ങൾ ശല്യം ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ ആത്മാവായിരിക്കും നിങ്ങളെ ശല്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള ആത്മാക്കളെ ഒരു മന്ത്രവാദിക്ക് തളയ്ക്കാൻ പറ്റത്തില്ലെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ? അന്നേരം പ്രതാപൻ പറയുന്നു, വൈദ്യർക്ക് അല്പം മന്ത്രവാദമൊക്കെ അറിയാമെന്നാ ഇവിടെ നിൽക്കുന്ന ജോലിക്കാരൻ പറഞ്ഞത്. നല്ലൊരു മന്ത്രവാദിയോ അല്ലെങ്കിൽ വൈദ്യർക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയണം, ഞങ്ങൾക്ക് സമാധാനമില്ല, ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞപ്പം വൈദ്യർ പറയുന്നുണ്ട്, എൻ്റെ ജോലി അതൊന്നുമല്ല, അസുഖം പറ്റി വരുന്നവരെ ചികിത്സിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം. അതിനപ്പുറം എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതിന് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുമ്പോൾ പ്രതാപനും മുത്തശ്ശിയും പറയുന്നു, ഇന്നത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ഡിസ്ചാർജ് തരണം. ഇനി ഇവിടെ താമസിക്കുന്നത് സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ആത്മാവിൻ്റെ ആരോ ഇവിടെ അഡ്മിറ്റായിട്ട് കിടപ്പുണ്ടോയെന്നാണ് എനിക്ക് പേടി. കാരണം വീട്ടിൽ വെച്ചൊന്നും ഇത്രയും ശല്യമില്ല. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളെ പിന്തുടർന്ന് വന്ന് ആക്രമിക്കുന്നത്. ഞങ്ങളുടെ റിലേറ്റീവ് പോലും ഒരു ആത്മാവിനെ കണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ 2 ആത്മാക്കൾ. ഇനി അവർ ഗ്യാങ് ആയിട്ട് വന്ന് ഞങ്ങളെ ശല്യം ചെയ്യുകയാണെന്ന് പോലും അറിയത്തില്ലെന്നൊക്കെ പറയുമ്പം വൈദ്യർക്ക് ചിരി വരുന്നുണ്ട്. എങ്കിലും അടക്കി പിടിച്ച് പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഡിസ്ചാർജ് എപ്പോൾ വേണമെങ്കിലും ഞാൻ തരുന്നതായിരിക്കും, പക്ഷേ മരുന്ന് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വൈദ്യരങ്ങ് പോകുന്നു. അന്നേരം പ്രതാപൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങണം അമ്മ. ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ കണ്ണനെ കാണാനായിട്ട് വന്നപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞത്. അപ്പോൾ ആത്മാവല്ലി കൂടെയുള്ള ഏതെങ്കിലും ആത്മാവിനെയും വിളിച്ചുകൊണ്ട് വന്നെയാണോ എന്തോ നമ്മളെ ശല്യം ചെയ്യാൻ. ഇനി ഒരു നിമിഷം നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രതാപനും മുത്തശ്ശിയും കണ്ണനെ കാണാനായിട്ട് വരുന്നുണ്ട്. അന്നേരം തന്നെ ഡോറ് തട്ടുന്ന ശബ്ദം കേട്ടിട്ട് മഹാലക്ഷ്മി പെട്ടെന്ന് പോയി മറിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഡോറ് തുറക്കുന്നുണ്ട് അനന്തു. അങ്ങനെ കയറി വന്നിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങി പോവുക മോനെ. അന്നേരം കണ്ണൻ ചോദിക്കുന്നു, ചികിത്സ കംപ്ലീറ്റ് ചെയ്തോ? വന്നിട്ട് അധിക ദിവസമൊന്നും ആയില്ലല്ലോ. വേണ്ട മോനെ, ഇപ്പം നല്ല കുറവുണ്ട്, മരുന്നൊക്കെ കുറിച്ച് തരാമെന്ന് വൈദ്യർ പറഞ്ഞിട്ടുമുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അല്ലെങ്കിലും മോഹിനി അവിടെ ഒറ്റയ്ക്കല്ലുള്ളൂ, മഹാലക്ഷ്മിയെ കാണാതായതിൻ്റെ പേര് വിഷമിച്ച് നിൽക്കുക. അപ്പം ഞങ്ങളും കൂടി അവിടെ ഇല്ലാത്ത സമയത്ത് അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമോശം സംഭവിച്ചാലോ? അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള തോന്നൽ ഉണ്ടായി തുടങ്ങിയോ? എന്ന് മുതലാണ് നിങ്ങൾക്ക് മോഹിനിയമ്മയോട് സ്നേഹം തോന്നി തുടങ്ങിയത് എന്നൊക്കെ ആക്കി ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആർക്കും അവളോടൊരു വിരോധവും ഇല്ല. പിന്നെ പക്ഷാഭേദം കാണിക്കുന്നുണ്ടായിരുന്നു. മഹാലക്ഷ്മിയോട് മാത്രം കൂടുതൽ സ്നേഹം കാണിക്കുകയും കരുണമോളോട് യാതൊരു സ്നേഹവും അലിവും കാണിക്കാത്ത അവളുടെ ആ സ്വഭാവത്തിനോട് മാത്രമേ എതിരഭിപ്രായം ഉള്ളായിരുന്നു. അന്നേരം മുത്തശ്ശിയും പ്രതാപനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു, പ്രതാപൻ പറഞ്ഞത് തന്നെ ശരി എന്ന് കരുതി എൻ്റെ മോന് മോഹിനിയോടോ മഹാലക്ഷ്മിയോടോ യാതൊരു വിരോധവും ഇല്ല. മഹാലക്ഷ്മിയെ കാണാതായി എന്നറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ മോൻ എന്തുമാത്രം വിഷമം അനുഭവിക്കുന്നെന്ന് എനിക്കേ അറിയാവൂ എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾക്ക് 2 ആൾക്കും ഭയങ്കര വിഷമമായിരിക്കുമെന്ന്. അത് കേട്ട് മുത്തശ്ശി ഒന്ന് തറപ്പിച്ച് നോക്കുന്നുണ്ട് അനന്തുവിനെ. എന്തെങ്കിലും ആകട്ടെ, നിങ്ങൾ പോകണമെന്നല്ലേ പറഞ്ഞത്, എന്നാൽ പെട്ടെന്ന് പൊക്കോ എന്ന് കണ്ണനും അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ഇവർ 2 ആളും അങ്ങ് വീട്ടിൽ പോകുന്നു. അതേസമയം നമ്മുടെ മറഞ്ഞു നിൽക്കുന്ന മഹാലക്ഷ്മി പുറത്തേക്ക് വരുമ്പോൾ അനന്തുവും കണ്ണനും മഹാലക്ഷ്മിയെ നോക്കി ചിരിക്കുന്നുണ്ട്. തൻ്റെ പേടിപ്പേര് ഏറ്റുവെന്ന് തോന്നുന്നു. 2 ആളും സ്ഥലം വിടുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി ചിരിക്കുന്നുണ്ട്. 2നും നല്ല പേടി തട്ടിയിട്ടുണ്ട്, പക്ഷേ അത് പുറത്ത് നടിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്ന് മഹാലക്ഷ്മി പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, മിക്കവാറും ഏതെങ്കിലും മന്ത്രവാദിയെ കാണാൻ പോയിരിക്കുമായിരിക്കും, ജീവിച്ചിരിക്കുന്ന മഹാലക്ഷ്മിയുടെ ആത്മാവിനെ എങ്ങനെയെങ്കിലും തളയ്ക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ദുഷ്ടക്കൂട്ടങ്ങളാ, പണ്ട് മുതലേ അമ്മയുടെയും മോൻ്റെ സ്വഭാവം ഇത് തന്നെയാണ്. പലരെയും കൊന്നും നിലനിൽപ്പിന് വേണ്ടിയിട്ടും പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടും എന്തും ചെയ്യാൻ മടിക്കാതെ ഒരുപാട് പണം ഉണ്ടാക്കി കൂട്ടിയിട്ടിട്ടുണ്ടല്ലേ, കുറച്ച് പൈസ ഇങ്ങനെയുള്ളവർക്കും കൂടി കൊണ്ടു കൊടുക്കട്ടെ. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പോഴുള്ള മിക്ക മന്ത്രവാദികളും പറ്റീരുകാരാണ്, പണം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നവർ, കുറച്ച് പൈസ അങ്ങനെയും കൂടി ചിലവാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും ആ മന്ത്രവാദിയെ കാണാൻ തന്നെയാണ് പോയിരിക്കുന്നത്. അങ്ങനെ കുറേ പണം അയാൾ പറ്റിച്ച് മേടിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന്. പേടി കാരണം മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളയ്ക്കാനായിട്ട് അവർ പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പ്രതാപനെയും മുത്തശ്ശിയും പറ്റിച്ച് കുറേ പൈസ ഉണ്ടാക്കുന്ന ആ സമയത്തായിരിക്കും നമ്മുടെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കമലേശ്വരം വീട്ടിലേക്കുള്ള എൻട്രി. അവരെ കണ്ടതും കണ്ണൻ തള്ളി നിൽക്കുന്നുണ്ട് നമ്മുടെ ദുർഗാമ്മയും കരുണയും ഉണ്ണിയും എല്ലാവരും. ഈ വിവരം അറിയുന്ന മേഘൻ അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ പ്രതാപനും വാമദേവനും മുത്തശ്ശിക്കും
ഉണ്ണിക്കും എല്ലാവർക്കും കണക്കിന് കൊടുത്തു മഹാലക്ഷ്മി മരിച്ചു എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവൾ മരിച്ചിട്ടില്ല, അപ്പം ഞങ്ങളെ മനഃപൂർവ്വം ഇവൾ കബളിപ്പിക്കുമായിരുന്നു എന്നുള്ള സത്യമൊക്കെ തിരിച്ചറിഞ്ഞ് അവർക്ക് ഉള്ളിൽ കലിയുണ്ടെങ്കിലും അത് പുറമേ ചോദിക്കാൻ പറ്റാത്ത ആ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നാടകങ്ങളെല്ലാം ഒടുവിൽ അവസാനിപ്പിക്കുന്നുണ്ട്. അന്നേരം കരുണ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഇവളിത് എവിടുന്ന് വന്നിരിക്കുന്നു? ഈ ലോകത്ത് ഇവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സ്വന്തം അമ്മയോട് പോലും പറയാതെ എവിടെ പോയിരുന്നിയാ? ആരുടെപ്പോ പോയിട്ട് മടുത്തതിന് ശേഷം വീണ്ടും ഇയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുക. ഇപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പൊക്കോണമെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നു, നിർത്ത്, ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ടത് എൻ്റെ ഭാര്യയായിട്ടുള്ള മഹിയല്ല, നിങ്ങൾ ഓരോരുത്തരും എന്നും പറഞ്ഞുകൊണ്ട് മാർക്കോ ഷൂട്ട് ചെയ്ത് ആ വീഡിയോ എടുത്തു കാണിക്കുന്നു. അതായത് മഹാലക്ഷ്മിയെ നമ്മുടെ മേഘനും പ്രതാപനും കുറേ ഗുണ്ടകളും ചേർന്ന് ചിതയൊരുക്കി കത്തിക്കുന്ന ദൃശ്യങ്ങളും മാത്രമല്ല, കമലേശ്വരം തറവാട്ടിൽ മഹാലക്ഷ്മിക്ക് ആദരാഞ്ജലികൾ എന്ന പേരിൽ കേക്ക് മുറിക്കുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ അവർക്കൊന്നും പറയാനാകുന്നില്ല. എല്ലാ വിവരവും കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി തങ്ങളുടെ നിലനിൽപ്പിന് അപകടമുണ്ട് എന്ന് മനസ്സിലാക്കി ദുർഗയും ഉണ്ണിയൊക്കെ കണ്ണനെ ഒന്ന് അനുനയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ നിൽക്കുന്നുണ്ട് കണ്ണൻ. എന്നാൽ എല്ലാ എണ്ണത്തിനും കണക്കിനുള്ള ആ ഒരു പ്രതിഫലം കൊടുക്കുന്നുണ്ട്. തങ്ങളോട് ചെയ്ത എല്ലാ ക്രൂരതയ്ക്കുമുള്ള പ്രതിഫലം. വീട്ടിൽ നിന്നും ജോലിയിൽ നിന്നും സാമ്പത്തികമായിട്ട് തറ പറ്റിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ നട്ടം തിരിയുന്നുണ്ട്. കാരണം കണ്ണൻ്റെ സ്വത്ത് മാത്രം പ്രതീക്ഷിച്ചാണ് അവരെല്ലാവരും ജീവിക്കുന്നത്. അല്ലാതെ ഒറ്റ ഒരാൾക്ക് പോലും പുറത്തൊരു സ്ഥാപനത്തിൽ ജോലിയില്ല, അങ്ങനൊരു ക്വാളിഫിക്കേഷനും ഇല്ല. യോഗ്യത നോക്കിയിട്ടല്ല കണ്ണൻ എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നത്, ബന്ധുക്കളാണെന്നുള്ള ഒറ്റ പരിഗണനയിലാണ്. എന്നാൽ കണ്ണനെ ദ്രോഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ദ്രോഹിച്ചതിൻ്റെ പേരിൽ ആ ഒരു പരിഗണനയും നഷ്ടപ്പെടുന്നു. ജോലിയും കൂലിയും ഇല്ലാതെ നട്ടം തിരിയുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ കണ്ണനും മഹാലക്ഷ്മിയും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ദേവി മുത്തശ്ശിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തവണ ദേവി മുത്തശ്ശി രണ്ടാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയെ കണ്ട മഹാലക്ഷ്മിക്കും കണ്ണനും ഒരുപാട് സന്തോഷമാകുന്നു. കാരണം മുത്തശ്ശി പറയുന്ന പല കാര്യങ്ങളും നടക്കാറുണ്ട്. ഒരു തവണ പോലും രണ്ടാളുടെ മുന്നിൽ മുത്തശ്ശിയെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. മഹാലക്ഷ്മിയോ കണ്ണനോ ആരെങ്കിലും ഒരാൾ മുത്തശ്ശിയെ കണ്ടിട്ട് മറ്റേയാളെ വിളിക്കാൻ പോകുമ്പോഴത്തേക്കും മുത്തശ്ശി അപ്രത്യക്ഷമാകും. അങ്ങനെയാണ് പതിവ്. രണ്ടു പേർക്കും കൂടി ഒരുമിച്ച് ദർശനം കിട്ടിയപ്പോഴേ അവർക്ക് സന്തോഷം അടക്കാനാകുന്നില്ല. അങ്ങനെ മുത്തശ്ശിയോട് സന്തോഷത്തോടെ സംസാരിക്കാൻ പോകുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഇടയ്ക്ക് മോൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളും സന്തോഷങ്ങളും എല്ലാം. മോനെ ബുദ്ധിമുട്ടിച്ച എല്ലാവർക്കും മോളും മോനും തിരിച്ചടി കൊടുത്ത കാര്യവും അമ്മയ്ക്കറിയാം. അത് കേട്ട് കണ്ണനും മഹാലക്ഷ്മി ആകെ ഷോക്കാവുന്നു. അമ്മയ്ക്ക് ഈ കാര്യങ്ങൾ എങ്ങനെ അറിയാം? മാർക്കോ പറഞ്ഞു തന്നതാണോ എന്നൊക്കെ തിരക്കുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട്, മോൻ്റെയും മോളുടെയും ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ആ പയ്യൻ പറഞ്ഞ് അല്ലാട്ടോ അമ്മ അറിഞ്ഞത്. അല്ലാതെ തന്നെ അമ്മയ്ക്കെല്ലാം മനസ്സിലായെന്ന് കൂട്ടിക്കോളൂ. അത് കേട്ട് അതിശയം അടക്കാനാകുന്നില്ല മഹാലക്ഷ്മിക്ക്. എന്നിട്ട് അമ്മ വീണ്ടും കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞിരുന്നില്ലേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അധികം താമസിക്കാതെ സന്തോഷ നിമിഷങ്ങൾ എത്തിയിരിക്കും. നിങ്ങളെ ദ്രോഹിക്കുന്നവർക്കെല്ലാം തിരിച്ചടിയേ ഉണ്ടാകുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും. അധികം താമസിക്കാതെ കണ്ണമ്മോന് എണീറ്റ് നടക്കാനാകുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞുണ്ടാകുകയും ചെയ്യുമെന്ന് പറയുന്നത് കേട്ടിട്ട് മഹാലക്ഷ്മി തൊഴുകയോടെ നിന്ന് പറയുന്നുണ്ട്, അമ്മയുടെ വാക്ക് പൊന്നാകട്ടെ. അമ്മ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞ ഈ കാര്യവും എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.